ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ കർക്കിടക മാസത്തിൽ പിന്നെയും നമ്മളൊരു പുതിയ ഔഷധക്കൂട്ടുമായാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. എന്താണെന്നല്ലേ, മുക്കുറ്റിയാണതേ. മുക്കുറ്റി കൊണ്ട് ഒരു കുറുക്കുണ്ടാക്കുവാണ് നമ്മളിന്ന്. മുക്കുറ്റിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. വാർദ്ധക്യത്തെ പോലും ചെറുപ്പമാക്കാൻ കഴിവുള്ള ഒരു പ്രത്യേക ഔഷധ സസ്യമാണ് മുക്കുറ്റി. അപ്പോൾ അതിൻ്റെ കുറുക്കും അതിൻ്റെ ലേഹ്യവും ഒക്കെ നമ്മൾ ഈ മാസത്തിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് മുക്കുറ്റി കുറുക്ക് വെക്കാനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് പച്ചരി എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ കുറച്ച് പച്ചരി എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ പറമ്പിൽ പോയി മുക്കുറ്റിയെല്ലാം പറിച്ചെടുത്ത് കൊണ്ടുവന്ന് നല്ലതുപോലെ അത് വെളിയിൽ കൊണ്ടിട്ടാണ് കഴുകുന്നത്. കാരണം മുക്കുറ്റിയുടെ ആ വേരിനകത്തൊക്കെ ചെളിയും മണ്ണും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അകത്തിട്ട് കഴുകുന്നതിനൊക്കെ നല്ല വെളിയിലിട്ട് കഴിയുന്നതാണല്ലോ നല്ലത്. അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് തീരെ പൊടിയായിട്ട് അത് സമൂലം അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തേക്കിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അത് നല്ല വൃത്തിയുള്ള ഒരു വെള്ള തുണി എടുത്ത് അതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. നല്ലതുപോലെ മുറുക്കി പിഴിഞ്ഞ് ഒരു പാത്രത്തിലാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പച്ചരി എടുത്ത് മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത് അതിനകത്തേക്ക് ഈ മുക്കുറ്റിയുടെ ചാറും ചേർത്ത് ഇളക്കി അത് അടച്ച് കുറച്ച് നേരത്തേക്ക് വെക്കണം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ടി തേങ്ങാപ്പാൽ ആവശ്യമാണ്. അതിനുവേണ്ടി ഞാൻ തേങ്ങയെല്ലാം ചിരകി എടുത്തിട്ടുണ്ട്. അതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചാണ് ഞാനത് അടിച്ച് നല്ലതുപോലെ എടുക്കുന്നത്. എന്തിനാണെന്നറിയോ തേങ്ങ ഇങ്ങനെ അടിച്ചെടുക്കുന്നത്? നല്ലതുപോലെ തേങ്ങാപ്പാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അത് ഉരുകി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂട്ടൊഴിച്ച് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ എപ്പോഴും അത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കയറി കട്ട കെട്ടാനിടയാവുമേ. അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഔഷധക്കൂട്ടുകളൊക്കെ നമുക്ക് ഏത് മാസങ്ങളിൽ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. എന്നാലും നമ്മൾ ഈ കർക്കിടക മാസത്തിൽ കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് അത് പ്രയോജനപ്പെടുന്നത്. നമുക്ക് പ്രതിരോധശേഷി ഉണ്ടാകുവാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ മുക്കുറ്റി കുറുക്ക്. അതിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മുടെ കരിപ്പെട്ടിയാണ് ചീകി എടുത്തേക്കുന്നത്. അതും കൂടെ നമ്മൾ ഈ കുറുക്കിനകത്തോട്ടിട്ട് നല്ലതുപോലെ അലിയുന്നിടം വരെ നല്ലതുപോലെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. കുറുക്ക് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറുക്ക് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് സ്വാദൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി, ജീരകം, ചുക്കുപൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ തീ ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. കുറുക്കിന് രുചി കൂട്ടുവാൻ വേണ്ടി നമ്മൾ നെയ്ക്കകത്ത് തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ചുവന്നുള്ളി ഇതെല്ലാം ഒന്ന് താളിച്ച് ചേർക്കുന്നുണ്ട്. മുക്കുറ്റി നമുക്കിങ്ങനെ കുറുക്കായിട്ട് ലേഹ്യമായിട്ടും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അതൊക്കെ വളരെ നല്ലതാണ്. നമുക്കതൊന്നും പറ്റിയില്ലെങ്കിലും മുക്കുറ്റി പറിച്ച് വൃത്തിയാക്കിയിട്ട് നമുക്കത് വെള്ളത്തിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പ്രമേഹ രോഗികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് അങ്ങനെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും. അപ്പോൾ നമുക്ക് താളിക്കാൻ വെച്ച ഉള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് കുറുക്കിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്കൊരു പൊടിക്കൈയും കൂടെ ഉണ്ട്. എന്താണെന്നറിയണ്ടേ, നമ്മൾ മധുരം ചേർത്തേക്കുന്നതുകൊണ്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു തരി ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ കുറുക്കിൻ്റെ യഥാർത്ഥമായ രുചി കിട്ടുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറുക്കെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ചെറു ചൂടോടെ ആവശ്യത്തിന് പാത്രത്തിലൊഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വളരെ ചെറുതും എന്നാൽ ഏറെ പ്രയോജനകരവുമായിട്ടുള്ളതാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.